എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ ഇഡിയുടെ കൂടുതൽ തെളിവുകൾ. ഇൻവോയ്സ് നൽകുന്നതിന് മുന്നേ വീണയ്ക്ക് പണം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പുതിയ തെളിവുകളായി ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. 45 ലക്ഷം രൂപ വീണയ്ക്ക് മുൻകൂറായി നൽകി CMRL എന്നുള്ള കണക്കുകൾ ഇപ്പോൾ ഇഡിക്ക് വളരെ വ്യക്തമായ തെളിവുകളോടെ മുന്നോട്ട് പോവുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കലിൽ കർത്തായ്ക്കെതിരെ ഇഡിയുടെ കൂടുതൽ കണ്ടെത്തലുകളുമുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തുവിടുന്നുണ്ട്. 182 കോടി രൂപയുടെ ക്രമക്കേട് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഈ കഴിഞ്ഞ 15 വർഷത്തിനിടെ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുക. ഡാനി, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. പിണറായി വിജയൻ്റെ കെയർ ഓഫിലാണ് വീണയ്ക്ക് പണം നൽകിയത്, ആ ബന്ധമാണ് എന്നുള്ള കർത്തായുടെ മൊഴിയടക്കം. അതിനെ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നിഷേധിച്ചു എങ്കിൽ പോലും രേഖകളുണ്ട്, തെളിവുകളുണ്ട്, മൊഴിയുടെ പകർപ്പുകളടക്കം ഇപ്പോൾ പൊതുമധ്യത്തിൽ ലഭ്യമാണ് താനും. അതിന് പിന്നാലെയാണ് വീണയുമായി ബന്ധപ്പെട്ട ഈ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഇതിൻ്റെ ഗൗരവം എന്താണ്, വിശദാംശങ്ങൾ എന്താണ്, കാര്യങ്ങൾ ഇഡിക്ക് ഘടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകളടക്കമാണല്ലോ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഇത് ഇഡിയുടെ ആധികാരികമായ അവരുടെ റിപ്പോർട്ട് തന്നെയാണ്, അവരുടെ രേഖകൾ തന്നെയാണ്. അതിൽ പ്രകാരം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആ 11-ാം പേജിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വീണയ്ക്ക് ഇൻവോയ്സ് നൽകുന്നതിന് മുൻപ് തന്നെ പണം നൽകിയിരുന്നു എന്ന്, അതായത് മുൻകൂറായി പണം നൽകുന്ന രീതിയിലേക്ക് പോയിരുന്നു എന്നതാണ് അതിൽ കണ്ടിരിക്കുന്നത്. അത് 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെ, അതിൽ കൃത്യമായ റിപ്പോർട്ടിൽ പറയുന്നു 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയാണ് ഇങ്ങനെ തുക കൈമാറുക. അങ്ങനെ ആ കാലയളവിൽ കൈമാറിയിരിക്കുന്ന തുകയും ചെറുതല്ല, 45 ലക്ഷം രൂപയാണ് ഈ രീതിയിൽ കൈമാറിയിരിക്കുന്നതെന്നാണ് ഇഡിയുടെ തന്നെ അവരുടെ തന്നെ രേഖകളിൽ പറയുന്ന കാര്യങ്ങളാണിത്. അത് വളരെ വ്യക്തമായിട്ട് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻവോയ്സ് നൽകുന്നതിന് വളരെ മുൻപ് തന്നെ ഈ പണം നൽകിയിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തിന് ഈ പണം ഇങ്ങനെ നൽകിയിട്ടുണ്ട് എന്നതിനെല്ലാം തന്നെ വിശദീകരണം വേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ തന്നെ രേഖകളിൽ പറയുന്ന ഒരു കാര്യങ്ങൾ, ഈ കമ്പനിയുടെ വളർച്ച, ഈ എക്സാലോജിക്കിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഈ പറയുന്ന കാലയളവിലാണ്, 2017 മുതലുള്ള ഈ ഒരു കാലയളവിലാണ് അവരൊരു സുവർണ്ണ കാലഘട്ടത്തിലേക്ക് എല്ലാം തന്നെ മാറുന്നത്. അതിനു മുൻപ് എക്സാലോജിക്ക് വലിയ രീതിയിലൊന്നും രക്ഷപ്പെടാത്ത, വലിയ സാമ്പത്തികമായ ഒരു അസറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കമ്പനി ആയിരുന്നു എന്നതാണ് ഇഡിയുടെ തന്നെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അതിനുശേഷമാണ് ഈ വളർച്ചയിലേക്ക് വരുന്നത്. ഈ വളർച്ചയ്ക്ക് നിദാനമാകുന്നത് കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇഡിക്ക് നൽകിയ മൊഴി, ശശിധരൻ കർത്ത 2024 നൽകിയ മൊഴിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അത് ഈ വ്യക്തിബന്ധം കൊണ്ട്, പിണറായി വിജയനുമായുള്ള ഒരു അടുപ്പം കൊണ്ടാണ് ഇവരെ ഈ കരാറിലേക്ക് അടക്കം കൊണ്ടുവരുന്നത്, അല്ലാതെ ഈ സേവനങ്ങൾ കൊണ്ടല്ല പണം കൈമാറിയതെന്നതടക്കം അദ്ദേഹത്തിൻ്റെ മൊഴിയിലടക്കം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇഡിയുടെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നത്, ഇൻവോയ്സ് നൽകാതെ തന്നെ വീണ ടിക്ക് പണം നൽകിയതായിട്ടാണ് ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. അത് 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലായിട്ട് 45 ലക്ഷം രൂപയുടെ ഒരു കൈമാറ്റം അവർക്ക് അത് നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിരോധങ്ങൾ തീർത്തും ദുർബലമാകുന്നൊരവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയാണ്. വളരെ കൃത്യമായ തെളിവുകളോടെ ഇഡി മുന്നോട്ട് പോകുന്നു. ഇഡിയുടെ തന്നെ റിപ്പോർട്ട്, അവരുടെ തന്നെ രേഖകളിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇതിന് കൃത്യമായ രീതിയിൽ പിന്നീട് ഇതിൽ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് നമുക്കറിയാം ഡാനി, പലതവണ ഇഡി, ഏതാണ്ട് 3 തവണയോളം ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലടക്കം ഫ്രീസ് ചെയ്തിരുന്നു. ഇവരുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ, HDFC ബാങ്കിൽ തിരുവനന്തപുരത്ത് പരിശോധന നടത്തിയിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം വീണയ്ക്കില്ലായിരുന്നു. പക്ഷേ യാതൊരു സേവനവും നൽകാതെയാണ് തനിക്ക് പണം കിട്ടിയത് എന്ന് വീണ ഇഡിയോട് സമ്മതിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു ഇന്നലെ. അതിന് പുറമെയാണ് ഈ 45 ലക്ഷം രൂപ എന്നുള്ള കണക്ക്, അതും മുൻകൂറായി നൽകുക എന്ന് പറയുമ്പോൾ, യാതൊരു റെക്കോർഡും ഇല്ലാതെ നൽകുക എന്ന് പറയുമ്പോൾ, യാതൊരു റെസിപ്റ്റും ഇല്ലാതെ നൽകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വലുതാണ്. അതിനെന്തെങ്കിലുമൊക്കെ സേവനം CMRLലും അല്ലെങ്കിൽ എന്തെങ്കിലുമോ ഗുണം CMRLലും കിട്ടിക്കാണണം. അത് മുൻ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്താണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, പണം വീണ കൈപ്പറ്റിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്.
തീർച്ചയായും അത് തന്നെയാണ് ഇതിൻ്റെ ഗൗരവ സ്വഭാവമെന്ന് പറയുന്നതും അത് തന്നെയാണ്. ഈ കേസിൻ്റെ മാനമെന്ന് പറയുന്നതും അത് തന്നെയാണ്. കാരണം ഈ ഒരു കാലയളവിൽ മുഖ്യമന്ത്രിയുടെ മകളാണ് വീണാറ്റിയുടെ പിതാവ് എന്ന് പറയുന്നത് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഈ സമയത്താണ് ഈ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നത്. ഈ സമയത്താണ് ഈ കമ്പനിയുടെ ദ്രുതഗതിയിലുള്ളൊരു വളർച്ച ഉണ്ടാകുന്നത്. ഈ പണമിടപാട് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ആ പണമിടപാട് കുറേ കൂടി ദുരൂഹമാക്കുന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അതിൽ ഇൻവോയ്സ് ഇല്ലാതെ തന്നെയാണ് ഈ പണം കൈമാറി. ഇൻവോയ്സ് നൽകുന്നതിന് മുൻപേ തന്നെ ഈ പണം കൈമാറിയിരിക്കുന്നു. അപ്പോൾ ഇനി ഈ പണം കൈമാറിയത് ഏത് കാര്യത്തിന് എന്തിനടക്കമുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. കഴിഞ്ഞ തവണയെല്ലാം തന്നെ ചോദ്യം ചെയ്ത് 3 തവണയോളം ചോദ്യം ചെയ്ത് വീണ തിരിച്ചു പോയിരുന്നു. ഒപ്പം തന്നെയും വീണയുടെ വിവിധങ്ങളായ അക്കൗണ്ടുകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇനിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് വരുമ്പോൾ നടപടികൾ ഇഡിയുടെ ഭാഗത്തുനിന്ന് കടുപ്പിച്ചുകൊണ്ടതിന് ശേഷമാണ് വരുന്നത്. കാരണം വീണയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. വീണയുടെ ഈ മറ്റേ കമ്പനിയുമായി നടത്തിയ ഇടപാടുകളുടെ ഒരു പൂർണ്ണ രൂപം ഇഡിക്ക് ലഭ്യമായിരിക്കുന്നു. ഏതാണ്ട് 32 ലക്ഷത്തോളം രൂപ അക്കൗണ്ടിലുള്ളത് മരവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനത്തെക്കുറിച്ചുള്ളൊരു വിവരം വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇഡിക്ക് ലഭ്യമായിരിക്കുന്നുവെന്ന് ഇഡിയുടെ തന്നെ രേഖകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇൻവോയ്സ് നൽകാതെ പോലും എന്തിന് ഈ തുക കൈമാറി എന്ന ഗുരുതരമായ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് നിർബന്ധമായും ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യലെല്ലാം തന്നെ നടക്കുന്നത്. ഒരുപക്ഷെ വൈകാതെ തന്നെ നോട്ടീസ് അടക്കം കാര്യങ്ങൾ നൽകാനുള്ളൊരു മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.